ത്തിരിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റിനോട് ഇന്ത്യൻ മുസ്ലിംകളുടെ നേതാവ് എന്ന് ആര് എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറയും അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ഈ നാട്ടുകാരായ ആളുകൾ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇന്ത്യൻ മുസ്ലിംകളുടെ ആത്മീയ നേതൃത്വം, ഇന്ത്യൻ മുസ്ലിംകളുടെ സമാധാനത്തിന്റെ നേതൃത്വം, ഇന്ത്യൻ മുസ്ലിംകളുടെ അച്ചടക്കത്തിന്റെ നേതൃത്വം, ഇന്ത്യൻ മുസ്ലിംകളുടെ സത്യസന്ധതയുടെ നേതൃത്വം, ഇന്ത്യൻ മുസ്ലിംകളുടെ പാണ്ഡിത്യത്തിന്റെ നേതൃത്വം ആരാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും മൗലാന കാന്തപുരമാണ് എന്ന്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സംശയം തീർക്കാൻ ഞാൻ നിങ്ങൾക്ക് സംശയമില്ലാത്ത ഓരോ വ്യക്തികളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി ഞങ്ങൾക്ക് കാന്തപുരത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചോദിച്ചറിയണോ? അത് ചോദിക്കാൻ നിങ്ങൾക്ക് ഭൗതിക നേതൃത്വത്തിൽ ഇന്ത്യയോട് ചോദിക്കേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റിനോടാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടാണ്. മൂന്നാമതായി നിങ്ങൾക്ക് ഒരു സംസ്ഥാനത്ത് താമസിക്കുന്ന ആളുകൾ, നിങ്ങൾ ഏതൊരു സംസ്ഥാനത്താണോ താമസിക്കുന്നത് ആ സംസ്ഥാനത്തെ ഗവർണറോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അദ്ദേഹം പറയും അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ് എന്ന്. അത് കർണാടകത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ, അദ്ദേഹം പറയും മുസ്ലിം ആധികാരിക നേതൃത്വം അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയോട് നിങ്ങൾ ചോദിക്കൂ, ഈ സംസ്ഥാനത്തിന്റെ മുസ്ലിംകൾക്ക് സമാധാന നേതൃത്വം ആരാണ് എന്ന് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും മൗലാന കാന്തപുരമാണ് എന്ന്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ജന്മനാടായ ആ ജന്മനാടിന്റെ മുഖ്യമന്ത്രി, അവിടുത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും മുസ്ലിംകൾക്ക് ഒരു സമാധാന നായകനുണ്ട്, മുസ്ലിംകൾക്ക് ഒരു സമാധാന നേതൃത്വമുണ്ട്, അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. കാശ്മീർ മുഖ്യമന്ത്രിയോട് ചോദിക്കൂ, അദ്ദേഹം പറയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. സാക്ഷാൽ മോഡിയോട് ചോദിക്കൂ, അദ്ദേഹം പറയും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യ രാജ്യത്ത് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുണ്ട്, ഇന്ത്യ രാജ്യത്ത് ഭരണാധികാരികളുണ്ട്, ഇന്ത്യ രാജ്യത്ത് ഭരണച്ചെങ്കൽ നയിക്കുന്ന ആളുകളുണ്ട്. ഈ ഇന്ത്യ രാഷ്ട്രത്തിന്റെ 22 സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാരും നേരിട്ട് ടെലിഫോൺ ബന്ധമുള്ള ഒരേ ഒരു പണ്ഡിതൻ അത് മൗലാന കാന്തപുരം ഉസ്താദ് മാത്രമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ ഗവർണർമാരും ഒരുപോലെ ബന്ധപ്പെടുന്ന ഒരു പണ്ഡിതൻ അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. അദ്ദേഹത്തിന് നിങ്ങൾ പറയുന്നത് പോലെ സൈക്കിളിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, അദ്ദേഹം നിങ്ങൾ പറയുന്നത് പോലെ കാളവണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു മദ്രസ പോലും സ്ഥാപിച്ചിട്ടില്ലാത്ത, ഒരു LKG സ്കൂൾ പോലും സ്ഥാപിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് കാളവണ്ടി മതിയാകും, സൈക്കിൾ മതിയാകും, ജീപ്പ് മതിയാകും, നടന്നു പോയാലും മതിയാകും. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് 1 മണിക്കൂർ കൊണ്ട് ലക്ഷക്കണക്കിന് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങളിപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് സ്വന്തമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹെലികോപ്റ്റർ സംഘടിപ്പിച്ചു കൊടുത്താൽ എന്താണ് എന്നാണ്. അസൂയക്കാരുടെ അസൂയ അങ്ങ് കൂടിപ്പോകട്ടെ. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം അസൂയപ്പെട്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ വക കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. എനിക്ക് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. കണ്ണിയത്ത് ഉസ്താദിന്റെ പവറിലും പദവിയിലും പാണ്ഡിത്യത്തിലും ആർക്കും സംശയമില്ലല്ലോ. ആ കണ്ണിയത്ത് ഉസ്താദ് ഹയാത്തുള്ള കാലത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഏറ്റവും തലയെടുപ്പുള്ള പണ്ഡിതന്മാരെ തെരഞ്ഞെടുക്കുന്ന മീറ്റിംഗ് ചേരുമ്പോൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പറയുന്നു, സമസ്തയുടെ ഉത്തരവാദപ്പെട്ട റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഇന്ന് ഏൽപ്പിക്കേണ്ട നേതൃത്വം അത് കാന്തപുരം ഉസ്താദാണ്. അത് കണ്ണിയത്ത് ഉസ്താദ് തീരുമാനിച്ചതാണ്, അത് കണ്ണിയത്ത് ഉസ്താദ് തീരുമാനിച്ചതാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK ഉസ്താദിന്റെ അടുക്കൽ 4 കൊല്ലം കിതാബോധി പഠിച്ച ശിഷ്യനാണ് ഞാൻ. നിങ്ങളെപ്പോലെ പത്രത്തിൽ കണ്ടതല്ല, നിങ്ങളെപ്പോലെ റോട്ടിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടതല്ല, ഇവിടെ പ്രസംഗിച്ച ബാക്കവിയെ പോലെ ഞാൻ കേട്ട് പരിചയപ്പെട്ടതല്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഖാദിമായി 4 കൊല്ലം ഖിദ്മത്തെടുത്ത ശിഷ്യനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ കിതാബോധി പഠിച്ചതാണ്. ശംസുൽ ഉലമയെ പറ്റി ആർക്കും സംശയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, വലിയ നേതാവാണ്. ആ ശംസുൽ ഉലമയുടെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. സമസ്തക്ക് ഒരു സെക്രട്ടറി വേണമെന്ന് അന്നത്തെ സമസ്തയിൽ ചർച്ച വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറയുന്നു അത് കാന്തപുരമാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട AP ഉസ്താദിന് സമസ്തയുടെ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജോയിന്റ് സെക്രട്ടറി ആക്കിയത് ശംസുൽ ഉലമയാണ്. അവിടുത്തെ ജോയിന്റ് സെക്രട്ടറി ആക്കിയത് കാന്തപുരമാണ്. സുബ്ഹാനല്ലാഹ്. ശംസുൽ ഉലമ EK ഉസ്താദ്
സെക്രട്ടറിയായി, AP ഉസ്താദ് ജോയിന്റ് സെക്രട്ടറിയായി. അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി വന്നു. ശംസുൽ ഉലമ വഫാത്തായി. സെക്രട്ടറി പോകുമ്പോൾ സ്വാഭാവികമായും ജോയിന്റ് സെക്രട്ടറിയാകും. ഇപ്പൊ സമസ്തക്ക് ഒരു സെക്രട്ടറിയേ ഉള്ളൂ, അത് കാന്തപുരം ഉസ്താദാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇതെന്തൊരു അത്ഭുതമാണ്! ഈ നാട്ടുകാർക്കൊക്കെ അറിയുന്ന യാഥാർത്ഥ്യമല്ലേ അത്? ശംസുൽ ഉലമ EK ഉസ്താദ് ജനറൽ സെക്രട്ടറിയായി, അന്ന് ജോയിന്റ് സെക്രട്ടറിയായി കാന്തപുരം ഉസ്താദ്. ശംസുൽ ഉലമ വഫാത്തായി, ഇപ്പോൾ കാന്തപുരം ഉസ്താദാണ് ജനറൽ സെക്രട്ടറി. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റ് ആകുമ്പോൾ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ആരാണെന്നറിയാമോ? താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളാണ്. ഉള്ളാളത്തെ തങ്ങളാണ് വൈസ് പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോൾ ആ വഫാത്തായ ഉടനെ വൈസ് പ്രസിഡന്റ് ആരായി? പ്രസിഡന്റായി. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഇപ്പൊ പ്രസിഡന്റായി. ആരാണ് താജുൽ ഉലമ തങ്ങൾ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, താജുൽ ഉലമ തങ്ങൾ നമ്മുടെ കേരള, കർണാടക സംസ്ഥാനങ്ങളിൽ പരിശോധിച്ചു നോക്കിയാൽ ഹജ്ജ്, ഉംറ ആരാധനകൾക്കായി 40 തവണ മക്കത്തുൽ മുക്കറമയിൽ പോകാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ബഹുമാനപ്പെട്ട ഖാളിയാണ് താജുൽ ഉലമ, മുദർരിസാണ് താജുൽ ഉലമ, ഷെയ്ഖാണ് താജുൽ ഉലമ, 18 ത്വരീഖത്തിന്റെ ഷെയ്ഖാണ് താജുൽ ഉലമ. ആ താജുൽ ഉലമ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാന്തപുരം ഉസ്താദാണ്. മക്കളെ, ഇപ്പൊ നിങ്ങൾക്കറിയുമോ, ഇപ്പോ നമ്മുടെ ഇന്ത്യ രാജ്യം ഈ മാർച്ച് മാസത്തിൽ ധാരാളമായി പരീക്ഷകൾ നടക്കുകയാണ്. കാന്തപുരം ഉസ്താദിന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന 2 ലക്ഷം വിദ്യാർത്ഥികൾ ഇപ്പോൾ സർക്കാരിന്റെ പരീക്ഷയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഈ കണക്ക് നിങ്ങൾക്കറിയണമെങ്കിൽ ഓരോ സംസ്ഥാന സർക്കാരും ചോദിച്ചു നോക്കൂ. നിങ്ങൾക്ക് AP ഉസ്താദിനെ അറിയണോ? മക്കയിലെ, മദീനയിലെ, ജിദ്ദയിലെ, അബുദാബിയിലെ, പാകിസ്ഥാനിലെ, ലോകത്ത് തലയെടുപ്പുള്ള പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചു നോക്കൂ, ആരാണ് കാന്തപുരമെന്ന്. ഷെയ്ഖ് അബൂബക്കർ എന്ന് കേൾക്കുമ്പോഴേക്ക് അവരൊക്കെ എഴുന്നേറ്റ് നിൽക്കും. അത്ര വലിയ ബഹുമാനമാണ് ലോക പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട AP ഉസ്താദിന് കൊടുക്കുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഉലമാ അവർ ഉലമാ ആണ്, സാദാത്ത് അവർ സാദാത്യങ്ങളാണ്. സാദാത്തിനെയും ഉലമാനെയും ആദരിച്ചും അനുസരിച്ചും അച്ചടക്കത്തോടു കൂടെ അല്ലാതെ നമുക്കൊരിക്കലും ജീവിതമില്ല. നമ്മുടെ ഈമാനാണ് നമ്മുടെ ഏറ്റവും പ്രധാനം. ആ ഈമാന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ആലിമീങ്ങളിലൂടെ അല്ലാതെ, സയ്യിദന്മാരിലൂടെ അല്ലാതെ നമുക്കതിന് മാർഗങ്ങളില്ല. ആ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും സ്നേഹിച്ചതിന്റെ അടയാളമാണ് ഈ കാണുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാരെല്ലാം എന്താണ് കാത്തു നിൽക്കുന്നത്? അൽഹംദുലില്ലാ, ഞാൻ വളരെ ലഈഫായ ഒരു പ്രവർത്തകനാണ്. എന്റെ പ്രസംഗമല്ല ഇവർ കേൾക്കുന്നത്, AP ഉസ്താദിന്റെ മഹബത്താണ് ഇവരെവിടെ ഇരുത്തുന്നത്. എന്റെ വാക്കുധാരണികളല്ല ഇവർ തക്ബീർ ചൊല്ലുന്നത്. AP ഉസ്താദിനോട് ഹൃദയത്തിലെ ഹുബ്ബാണ്. ആ ഹുബ്ബിനെ തുടച്ചു മാറ്റാൻ ആർക്കും സാധ്യമല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീന് അന്നത്തെ മുഅ്തസിലിയാക്കളും അന്നത്തെ ഖവാരിജിയാക്കളും അന്നത്തെ റാഫിളിയാക്കളും അന്നത്തെ മറ്റുള്ള ബിദ്അ കക്ഷിക്കാരും അവരെല്ലാവരും പല രൂപത്തിൽ അതിനെ ഇസ്ലാം ദീനിനെ വികലമാക്കിയപ്പോൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അന്നവരെ വികലമാക്കിയ സമയത്ത് അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അഹ്ലുസുന്ന വൽ ജമാഅയുടെ നേതാവായിക്കൊണ്ട് ഇസ്ലാമിന്റെ പതാക ഉയർത്തിപ്പിടിച്ചെങ്കിൽ അന്നത്തെ അബുൽ ഹസൻ അശ്അരിയുടെ സ്ഥാനത്താണ് ഇന്നത്തെ കാന്തപുരം ഉസ്താദ്. ലോക സുന്നികൾക്ക് ഇന്നത്തെ അശ്അരി ആരാണെന്ന് ചോദിച്ചാൽ അത് കാന്തപുരം ഉസ്താദാണ്. അന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാമിനെതിരിൽ റാഫിളിയാക്കൾ, മുഅ്തസിലിയാക്കൾ പലരും രംഗത്ത് വന്നു. അവിടെയാണ് അബുൽ ഹസൻ അശ്അരി തങ്ങൾ വന്നത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ മുഖേന, അറബിക് കോളേജുകൾ മുഖേന, യൂണിവേഴ്സിറ്റികൾ മുഖേന നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അതിന്റെ CD എത്തിച്ചു തരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ 313 സയ്യിദന്മാർ, ആ സയ്യിദന്മാർ അണിനിരന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ നോളജ് സിറ്റിയുടെ ഉദ്ഘാടന കർമ്മത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ആ 313 പണ്ഡിതന്മാരായ സയ്യിദന്മാർ
അഹ്ലു ബൈത്തുകൾ, അഹ്ലു ബൈത്ത് കാന്തപുരം ഉസ്താദിന്റെ കൂടെയുണ്ട്. ഈ കേരളത്തിന്റെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ 3000 യതീമക്കൾക്ക് ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ഒരേ ഒരു നേതൃത്വം കാന്തപുരം ഉസ്താദാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കർണാടകയിലും ആസാമിലും ഒറീസയിലും കാശ്മീരിലും ഗുജറാത്തിലും എന്ന് വേണ്ട ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായി അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചോമന കുട്ടികളടക്കം 3000 യതീമക്കളെ പോറ്റുന്ന ഒരേ ഒരു യതീമക്കളുടെ പിതാവ് അത് കാന്തപുരം ഉസ്താദാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുക്കലേക്ക് ഒരു രാഷ്ട്രീയക്കാരന്റെയും യാതൊരു കുത്തകയുമില്ലാതെ പ്രധാനമന്ത്രിയെ നേരിൽ കണ്ടുകൊണ്ട് ഒരു നിവേദനം സമർപ്പിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരേ ഒരു പണ്ഡിതൻ അത് കാന്തപുരം ഉസ്താദാണ്. ആ കാന്തപുരം ഉസ്താദ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ബഹുമാനപ്പെട്ട അമേരിക്കയിൽ ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനത്തിന് വേണ്ടി പോകാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഒരേ ഒരു പണ്ഡിതൻ ഇന്ത്യൻ മണ്ണിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കാന്തപുരം ഉസ്താദാണ്. ഞാൻ എന്റെ നാട്ടുകാരായ ആളുകളോട് ഓർമ്മപ്പെടുത്തുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നമ്മുടെ നാട്ടുകാർക്ക്, ഇന്ത്യൻ മുസ്ലിംകൾക്ക് അഭിമാനത്തിന്റെ നേതാവാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കേട്ടോ. ആ കാന്തപുരം ഉസ്താദിന് നേതൃത്വമാരാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. താജുൽ ഉലമ തങ്ങളും ഖമറുൽ ഉലമ ഒരുമിച്ച് നിൽക്കുന്ന കാലത്തോളം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അഭിമാനമാണ്, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് വിജയമാണ്. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ, അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇന്ത്യ രാജ്യത്ത് ലക്ഷക്കണക്കിന് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചു നോക്കൂ, ഇവിടുത്തെ കോടതിയോട് ചോദിച്ചു നോക്കൂ, ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിനോട് ചോദിച്ചു നോക്കൂ. കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കാശ്മീരിലുള്ള പ്രവർത്തനത്തിലെ കാശ്മീരിലെ പ്രവർത്തകന്മാരെ ഒരു സംശയം അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കുമില്ല. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ലക്ഷക്കണക്കിന് ഓഫീസും സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളും എല്ലാം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ ഒരു സ്ഥാപനം ഇതുവരെ റെയ്ഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല, ഞങ്ങളെ ഒരു സ്ഥാപനം ഒരു പോലീസ് ഇതുവരെ കയറേണ്ടി വന്നിട്ടില്ല, ഒരു കോടതിയിൽ പോകേണ്ടി വന്നിട്ടില്ല. ഈ സ്ഥാപനത്തിന്റെ അച്ചടക്കമുള്ള പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്റർമാരും പ്രസിഡന്റുമാരും മുഖ്യമന്ത്രിമാരും ഗവർണർമാരും ഇന്ത്യയുടെ എല്ലാ തരം മേധാവികളും ഒരുപോലെ സമ്മതിക്കും. ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, ആദരവിന് വേണ്ടി, അനുസരണത്തിന് വേണ്ടി നിലനിൽക്കുന്ന നേതൃത്വം അതാണ് കാന്തപുരം ഉസ്താദ്.